പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം എത്രത്തോളം നമ്മുടെ വ്യക്തിപരമായുള്ള ബന്ധത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തെ സ്വാധീനിക്കാൻ നമ്മൾ അനുവദിക്കുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ ആ വചനത്തിൽ പറയുന്ന പോലെ നമ്മുടെ ജീവിതമായി തീരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത് ദൈവം ആദിയിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നതിനെയാണ്. നമുക്കത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ദൈവം താൻ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 28-ാമത്തെ വാക്യം, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞത് എല്ലാവറ്റിനെയും അടക്കി വാഴുക, വർദ്ധിക്കുക. അപ്പൊ അവരോട് കർത്താവ് ഇത് പറഞ്ഞപ്പോ നമുക്കറിയാം ഇതൊന്നും അവരിൽ സാധ്യമായില്ല. പിന്നത്തത് അവര് വർദ്ധിക്കാൻ സാധിക്കാതെ പോയി. അവര് അടക്കി വാഴുന്ന ആധിപത്യം അവർ നഷ്ടപ്പെടുത്തു. ദൈവം കൊടുത്തിരുന്ന വാഗ്ദത്തങ്ങളാണ്, ദൈവം കൊടുത്തിരുന്ന പ്രിവിലേജ് ആണ്. അത് ആദമിനും ഹവയ്ക്കും അവിടെ റീച്ച് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ആ ആദമിൽ ദൈവം എന്താണോ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ ഹാർട്ടിലുണ്ടായിരുന്ന ആഗ്രഹം, ഇമേജ്, അത് യേശുക്രിസ്തുവിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശുവിനെ സൂക്ഷിച്ച് നോക്കിയാൽ യേശുവിൽ കാണാൻ കഴിയും ദൈവം ആദ്യം ദൈവം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ആദമും ഹവ്വയും, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നത് യേശുവിൽ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണ പുനരുത്ഥാനത്തെ എല്ലാം അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ദൈവം ആഗ്രഹിച്ച ഒരു മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. നമുക്ക് കർത്താവിന്റെ 3.5 വർഷക്കാലത്ത് ശുശ്രൂഷയെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ, 4 സുവിശേഷങ്ങളിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അവന് വിധേയപ്പെടാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രോഗം, അവൻ പറയുമ്പോൾ രോഗം മാറിപ്പോയി. അവൻ പറഞ്ഞപ്പോൾ ഭൂതം മാറിപ്പോയി. അവൻ കൽപ്പിച്ചപ്പോൾ മരണം മാറിപ്പോയി. നമുക്ക് കാണാൻ കഴിയുന്നത് നിയമങ്ങൾ പോലും, പ്രമാണം പോലും അവന്റെ മുമ്പിൽ മാറിപ്പോയി. കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല, പക്ഷെ യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. അപ്പൊ യേശുവിന്റെ മുമ്പിൽ വിധേയപ്പെടാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെയാണ് ദൈവം ആദിയിൽ സൃഷ്ടിക്കാൻ പദ്ധതിയിട്ടത്. സൃഷ്ടിച്ചത്. എന്നാൽ ആദമില് ആ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളർച്ച ഉണ്ടായില്ല. നമുക്കറിയാം യേശുക്രിസ്തു 30 വർഷക്കാലം അമ്മയ്ക്കും അപ്പനും കീഴ്പ്പെട്ടിരുന്നു, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടിരുന്നു എന്നാണ്, സബ്മിറ്റ് എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം അവൻ ആത്മാവിൽ ജനിച്ചവൻ. എന്നാൽ ആത്മാവിൽ ജനിച്ചവനായ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കി. അവിടെ ആദമിന്റെ അമ്മയും അപ്പനും ഒന്നും നമുക്ക് പറയാനില്ല, സൃഷ്ടിച്ചവൻ ദൈവമാണ്. എന്നാൽ അത് തന്നെയാണ് യേശുവിലും കാണാൻ കഴിയുന്നത്. യേശു ആത്മാവിനാൽ, ലൂക്കോസിന് സുവിശേഷം 1:35, ദൂതൻ വന്ന് മറിയോട് പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മറിയുടെ ചോദ്യം ഇതായിരുന്നു, കർത്താവേ, എനിക്കൊരു പുരുഷനെ അറിയില്ല, അത് അപ്പൊ എങ്ങനെ സാധ്യമാവും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉൽപാദിതമാകുന്ന വിശുദ്ധ പ്രജ. അപ്പൊ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, മറിയയില് വചനം രൂപപ്പെട്ടു, ആത്മാവിന്റെ ശക്തി മറിയിൽ വന്നു. അങ്ങനെ പെട്ടവനാണ് യേശുക്രിസ്തു. അങ്ങനെയാണ് വചനം. അപ്പൊ അവിടെ ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ അമ്മ അപ്പൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ വേറെ ആരെയില്ല, ദൈവം തന്നെ പിതാവായിട്ട്.
എന്നാൽ ആ യേശുക്രിസ്തു 30 വയസ്സിൽ സ്നാനമേറ്റപ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. പിന്നത്തതിൽ പരീക്ഷകൻ അടുത്തു വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇവിടെ 2 സ്ഥലത്തും പരീക്ഷകൻ അടുത്തു വന്നപ്പോൾ പരീക്ഷകൻ യേശുവിന്റെ അപ്പോഴത്തെ ഇമോഷനെ മുതലെടുത്തുകൊണ്ടാണ് പരീക്ഷിക്കാൻ ശ്രമിച്ചത്. കല്ലിനെ അപ്പമാക്കാൻ പറയും. എന്നാൽ യേശു ആ പരീക്ഷയെ ജയിച്ചു. പിന്നത്തെ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു. ലൂക്കോസ് 4:14. എന്നാൽ ആദമിനെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ ആദമിന് പരീക്ഷ ജയിക്കാൻ പറ്റില്ല. കാരണം ആദം വാസ് ലിവിങ് ബീയിങ്, ജീവനുള്ള ദേഹിയാണ്. എന്നാൽ യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി വന്നത്. അതുകൊണ്ട് തന്നെ ആദമിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം യേശുവിൽ സംഭവിച്ചു. എന്നാൽ യേശുവിൽ സംഭവിച്ചപ്പോ പിശാച് യേശുവിനെ പരീക്ഷിച്ചു. പക്ഷേ പിതാവ് എന്ത് പറഞ്ഞിരുന്നു, ദൈവവചനം എന്തു പറഞ്ഞിരുന്നു, ആ മേഖലയിൽ ഒരു കോംപ്രമൈസിനും യേശു റെഡിയായില്ല. ആകയാൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നു, യേശു ക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തി പരീക്ഷകൾ ജയിച്ചു. അവിടെ മുതൽ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്ത് പദ്ധതിയോടെയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, അത് യേശുവിൽ നമുക്ക് കാണാൻ കഴിയും. യേശുവിന്റെ പരശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശുവിന്റെ ക്രൂശ് മരണം വരെ, ഇല്ല യേശുവിന്റെ പുനരുത്ഥാനം വരെ, അല്ല യേശുവിന്റെ നിത്യതയോളം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം പദ്ധതിയിട്ട മനുഷ്യന്റെ രൂപം എങ്ങനെയാണ്, മനുഷ്യന്റെ ഭാവം എങ്ങനെയാണ്, മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്, അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ യേശുവിനെ കുറിച്ച് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, ആ ജലത്താലും വെള്ളത്താലും വന്നവൻ ഇവൻ തന്നെ, യേശുക്രിസ്തു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ജലത്താലും രക്തത്താലും വന്നവൻ, ജലത്താലും രക്തത്താലും വന്നവൻ, ജലവും രക്തവും ജലത്താലും രക്തത്താലും വന്നവൻ. ആ യേശുക്രിസ്തുവിനെ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ സമയത്ത് ജലവും രക്തവും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ ക്രൂശ് മരണത്തിന് ജലവും രക്തവും. 19-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. 34-ാം വാക്യം, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തത്താലും വെള്ളത്താലും വന്നവൻ. ഇവിടെ ആ വെള്ളത്തെയും രക്തത്തെയും ഉപേക്ഷിക്കുക. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു. അപ്പൊ സാക്ഷ്യം പറയുന്നവർ 3 എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 5:8 പറയുന്നത്. ആത്മാവ്, രക്തം, വെള്ളം, ഇവ 3 സാക്ഷ്യം പറയുന്നത്. അപ്പൊ ഇവ 3 സാക്ഷ്യം പറയുന്നു എന്ന് വചനത്തിൽ കാണുമ്പോൾ അവിടെ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ വെള്ളവും രക്തവും ആത്മാവും, ഈ 3 കാര്യങ്ങൾ നമ്മളവിടെ വ്യക്തമായി കാണുമ്പോൾ നമുക്ക് യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് സാക്ഷ്യം പറയുന്നത്. അപ്പൊ അവിടെ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു. സാക്ഷ്യം പറയുക. എന്താണെന്നറിയോ സാക്ഷ്യം ഇതാണ്, യാഗം ഈസ് പെർഫെക്റ്റ്, സാക്രിഫൈസ് ഈസ് പെർഫെക്റ്റ് ആൻഡ് സാക്രിഫൈസ് ഈസ് ഓവർ. യാഗം തികവുള്ളതായിരുന്നു, യാഗം പൂർത്തിയായി. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തില് അതിന്റെ 19-ാം വാക്യം, മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും മോശയുടെ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന
ഈസോപ്പ്, തണ്ട്, അതുപോലെ ആട്ടുരോമം എന്ന് പറയുന്നത് ഒരു എന്താണ്, അതൊരു ബ്രഷ് ആയിട്ട് ഉപയോഗിച്ചത്, അത് തളിക്കാനായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ തളിച്ചത് വെള്ളവും രക്തവും. അവിടെ അവിടെ അത് ഒരു ന്യൂസ് ഇതാണ്, മെസ്സേജ് ഇതാണ്, സാക്രിഫൈസ് ഈസ് ഓവർ. യാഗം പൂർത്തിയായി, യാഗം കഴിഞ്ഞു. ഈ 9-ാം അധ്യായത്തിൽ ഇത് പറയുമ്പോൾ 10-ാം അധ്യായത്തിൽ പറയുകയാണ്, അതിന്റെ 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞില്ല. സൽഗുണപൂർത്തി വരുത്താൻ സാധിച്ചില്ല. എന്നാൽ അവിടെ നമുക്ക് 4-ാം വാക്യം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതവിടെ വ്യക്തമായി എഴുതിയിരിക്കുമ്പോ ഹല്ലേലൂയ 10-ാം വാക്യം, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗം. അപ്പൊ യേശുവിന്റെ ഒരിക്കലായി യേശു കഴിച്ച ശരീരയാഗം, സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ആ ഒരു യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കംപ്ലീറ്റ് പെർഫെക്റ്റ് സാക്രിഫൈസ്, യേശുവിന്റെ പൂർണ്ണമായ യാഗം. നമുക്കത് 12-ാം വാക്യം, യേശുവ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇപ്പൊ യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവിടെ യാഗത്തിന്റെ തികവ്, യാഗത്തിന് നിവർത്തി നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ, യാഗം പൂർത്തീകരിക്കപ്പെടുന്നത് അവിടെ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരിക്കലും മറക്കരുത്, യാഗം, പൂർണ്ണതയുള്ള യാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ യാഗം മാത്രം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് 4-ാം വാക്യത്തിൽ പറയുന്ന, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായർ 10:4 കഴിഞ്ഞില്ല. പക്ഷെ 12-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും കാണുന്നു യാഗത്താൽ പൂർത്തി വന്നു. അപ്പൊ പൂർണ്ണമാക്കപ്പെട്ടതും തികവുള്ളതുമായ യാഗമായിരുന്നു യേശുവിന്റെ യാഗം. യേശുക്രിസ്തുവിന്റെ യാഗത്താൽ യാഗം പൂർണ്ണമായി, പാപത്തിന്റെ വില കൊടുത്തു, പാപം പരിഹരിക്കപ്പെട്ടു യേശുക്രിസ്തുവിന്റെ യാഗത്താൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ ഇത് മുൻ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് വചനത്തിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ യേശുവിന്റെ യാഗത്താൽ തികവുള്ള യാഗം, ആ യാഗത്തിന്റെ പൂർത്തീകരണം നമുക്ക് എബ്രായ ലേഖനത്തിന്റെ തന്നെ അതിന്റെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ച് പറയുന്ന ഈ 10-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, യേശുവിന്റെ രക്തത്താൽ ദേവാലയത്തിന് മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും, വെള്ളം തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. അതായത് ഇവിടെ 2 കാര്യമാണ് പറയുന്നത്. രക്തത്താൽ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടു, വെള്ളത്താൽ നമ്മുടെ പുറമെയുള്ള ശുദ്ധീകരണം സാധ്യമാണ്. അഥവാ അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മള് യേശുവിന്റെ മേശയിൽ പങ്കാളികളാകുന്നു, കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്നു. അവിടെ അപ്പവും വീഞ്ഞും അത് പുറമെയുള്ള വെള്ളമാണ്.
എന്നാൽ അകത്ത് ശുദ്ധീകരിക്കുന്ന രക്തമാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ലോർഡ് സാക്രിഫൈസ്. കർത്താവ് യേശുവിന്റെ യാഗത്തെ കുറിച്ചുള്ള അറിവ്, ആ അറിവാണ് രക്തം എൻ്റെ ഉള്ളിൽ എന്നെ കഴുകുന്നത്. എന്നാൽ സ്വീകരിക്കുന്ന പുറമേ ഉള്ളവ വെള്ളത്താൽ കഴുകപ്പെടുന്നു. പുറമേ ഉള്ള എലമെന്റ്സ്, അകത്തെയുള്ള റിയൽ തിങ്സ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് പുറമേ വെള്ളത്താൽ കഴുകപ്പെടുന്നു, അകത്ത് രക്തത്താൽ കഴുകപ്പെടുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ഇവിടെ യേശുവിന്റെ ക്രൂശ് മരണത്തില് അവിടെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തുള്ള ഒരു കാര്യമില്ല. കാരണം യേശു മരിച്ചു എന്ന് ഉറപ്പാണ്. പക്ഷെ വീണ്ടും സ്ഥിരീകരിക്കാനായിട്ട് ഒരു പടയാളി കുന്നുകൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. അപ്പോൾ വെള്ളവും രക്തവും ഒഴുകി അവിടെ നിങ്ങളുടെ മേലൊക്കെ വീണ് കാണുമല്ലേ. അവിടെയാണ് നമ്മൾ വായിച്ച എബ്രായ ലേഖനം 9:19 നിവർത്തി. വെള്ളവും രക്തവും തളിച്ചു, സാക്രിഫൈസ് ഈസ് ഓവർ, യാഗം പൂർത്തിയാക്കപ്പെട്ടു, യാഗം പെർഫെക്റ്റായി എന്ന അർത്ഥം എന്ന് നിവർത്തിക്കപ്പെടുന്നത് ആ ഒരൊറ്റ അടയാളത്തിൽ കൂടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗം, യേശുവിന്റെ ക്രൂശിലെ യാഗം, അത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തിയ പരിവർത്തനം ശ്രേഷ്ഠമേറിയതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പുറമെയുള്ള ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുന്നതോ, ആരാധനയ്ക്ക് പോകുന്നതോ, കുർബാനയ്ക്ക് പോകുന്നതോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആചാരങ്ങളിൽ ഒതുക്കി വെച്ചിരിക്കുക. നമ്മളവിടെ ചെല്ലുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മൾ തിരിച്ചു വരും. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ കർത്തൃമേഷം? കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് ശരീരത്തെയും രക്തത്തെയും കുറിക്കുന്നു. ശരീരം ജീവന ഫ്ലഷ് എന്നാ പറയുന്നത്, ജീവനില്ലാത്തത്. എന്നാൽ രക്തം ജീവനുള്ളത്. ജീവനില്ലാത്ത ശരീരം ജീവനുള്ള രക്തത്തെ സ്വീകരിക്കുന്നതാണ് കർത്താവിന്റെ മേശ. അതായത് ജീവനില്ലാത്ത ശരീരവും ജീവനുള്ള രക്തവും തമ്മിലുള്ള ഫെലോഷിപ്പ്, കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ. ആ ഹോളി കമ്മ്യൂണിയൻ ആണ് എന്ത് വരുത്തുന്നത്? യഥാർത്ഥത്തിൽ ആമേൻ ലോർഡ്സ് ടേബിളിന്റെ ഫെലോഷിപ്പ് കൊണ്ടുവരുന്നത്. അതായത് ജീവനില്ലാത്ത മനുഷ്യനും മരിച്ചുപോയ മനുഷ്യനും ജീവന്റെ ഉറവിടമാകുന്ന ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ സംസർഗ ശുശ്രൂഷ. ആ സംസർഗമില്ലേ, വിശുദ്ധ സംസർഗം, അതാണ് ആ നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് വരുന്ന ബന്ധമില്ലേ, അതാണ് ആക്ച്വലി ഈ കർത്താവിന്റെ മേശയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏതെല്ലാം വഴികൾ കണ്ടു, കേട്ടു, അറിഞ്ഞു, ഇതൊന്നും അവിടെ പ്രാധാന്യം. നിങ്ങളവിടെ ആചാരത്തിന് എന്തൊക്കെ ഉപയോഗിക്കുന്നു അതിന് പ്രാധാന്യമില്ല. ആരാണ് ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് അതിനും പ്രാധാന്യമില്ല. ഈ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം, അതിനും ഒരു പ്രാധാന്യമില്ല. പക്ഷെ ഏറ്റവും പ്രാധാന്യം ഉണ്ടാകുന്നത് എന്തിനാണെന്നറിയാം? വളരെയേറെ പ്രാധാന്യം ഉണ്ടാകുന്നത് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് എന്തിനാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം, അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹോളി കമ്മ്യൂണിയൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടു. അപ്പൊ രക്തം ഹൃദയത്തിൽ തളിക്കുന്നതാണ്, അകത്ത് പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് രക്തം. അതായത് യേശുവിന്റെ രക്തത്തെ കുറിച്ച് നാം അത് പാനം ചെയ്യുക, കുടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് സാധ്യമാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ തിരിച്ചറിവാണ്, യേശുവിന്റെ രക്തത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മൾ പാനം ചെയ്യുന്നതിന്റെ അടയാളം. തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ പാനം ചെയ്യണം. നമ്മള് ആ വീഞ്ഞു കുടിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പാനീയം എന്താണോ അത് കുടിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എപ്പോഴാണോ അതിന്റെ അർത്ഥം തിരിച്ചറിയുന്നത്, അപ്പോൾ നമ്മൾ യേശുവിനെ സ്വീകരിക്കുകയാണ്. യേശുവിൻ രക്തത്തിന്റെ ശക്തിയെ, യേശുവിൻ രക്തത്തിന്റെ ഫലത്തെ,
യേശു രക്തത്തിന് ജീവനെ നാം സ്വീകരിക്കുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. അവിടെ എന്നാൽ വെള്ളത്താൽ കഴുകപ്പെടുക, വെള്ളത്താൽ ശരീരം കഴുകപ്പെടുക. നമ്മൾ ഈ പുറമേ ഉള്ള എല്ലാ ശുശ്രൂഷകളിലൂടെയും സംഭവിക്കുന്നത് നമ്മുടെ പുറമെ നമുക്കൊരു കോൺഷ്യസ് കൊണ്ടുവരിക, ഞാനിത് സ്വീകരിക്കുന്നതിലൂടെ അതിന്റെ എന്റെ സെൻസിനെ വർക്കൗട്ട് ചെയ്യുക, എന്റെ ബുദ്ധിമണ്ഡലത്തെ വർക്ക് ചെയ്യുക. ഇപ്പൊ സ്നാനപ്പെടുമ്പോഴാകട്ടെ, കർത്താവിന് മേശയിൽ പങ്കാളികളാകുമ്പോഴാകട്ടെ, നമുക്കറിയാം വിവാഹ ശുശ്രൂഷ എന്തിനാണ്. വിവാഹ ശുശ്രൂഷയില് പല വസ്തുക്കൾ കൈമാറുന്നത്, താലി, മോതിരം, ബൈബിള് ഒക്കെ കൈമാറാറുണ്ട്. എന്തിനാണ്? നമ്മുടെ സെൻസിൽ ആ ബോധ്യം കൊണ്ടുവരാനായിട്ട്. കരം പിടിച്ച് പ്രോമിസ് ചെയ്യുന്നു, കരം പിടിച്ച് പ്രോമിസ് ചെയ്തില്ലെങ്കിൽ പ്രോമിസ് ആകത്തില്ലേ? പ്രോമിസ് ആകും. സ്റ്റേജിൽ നിന്ന് പ്രോമിസ് ചെയ്തില്ലെങ്കിൽ പ്രോമിസ് ആകത്തില്ലേ? വാക്കാല ഉടമ്പടി ആകത്തില്ലേ? നിശ്ചയമായിട്ട്. പക്ഷെ എന്തിനാണ് അത് ചെയ്യുന്നത്? പുറമെയുള്ള ഒരു അറിവിന് വേണ്ടി. ഇത് തന്നെയാണ് ശുശ്രൂഷകളിൽ രക്തത്താൽ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുക, വെള്ളത്താൽ ശരീരം ശുദ്ധീകരിക്കപ്പെടുക. പുറമേ ഉള്ള കാര്യങ്ങളിലൂടെ ഹല്ലേലൂയ ആമേൻ നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ സെൻസിനെ ഉണർത്തുകയും അതുപോലെ തന്നെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ മനസ്സിൽ യേശുവിന്റെ മരണപുനരുത്ഥാനത്തിന്റെ അറിവിനെ പ്രസ്താവിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകുക. അപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളവും രക്തവും പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്ന് എന്താണ് യേശുവിന്റെ ശരീരം? നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ വളരെ ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫേസ് ലേഖനത്തില് നമുക്ക് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 23-ാം വാക്യം, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. അപ്പൊ അവിടെ പറയുന്നത് ക്രിസ്തു സഭയുടെ തലയാകുന്നു. എല്ലായിടത്തും പറയുന്നു. അപ്പൊ സഭ എന്താണ്? യേശുവിന്റെ ശരീരം. സാക്ഷ്യം പറയുന്ന ഒരു മൂവറാണ്, ആത്മാവ്, രക്തം, വെള്ളം. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വെള്ളവും രക്തവും ഒഴുകി. എന്താണ് സാക്ഷ്യം? സാക്രിഫൈസ് ഈസ് ഓവർ ആൻഡ് പെർഫെക്റ്റ്. യാഗം പൂർത്തിയായി, യാഗം തികവുള്ളതായി. എന്നാൽ ആ രണ്ട് സാക്ഷ്യം കൊണ്ട് പോരല്ലോ. ആത്മാവിന്റെ സാക്ഷ്യം വേണ്ടേ? ആത്മാവിന്റെ സാക്ഷ്യം പെന്തക്കോസ് നാളിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഇങ്ങനെയാണ്, 120 പേർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. 2, 3, 4 വാക്യം. അവിടെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. 4-ാം വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകി പുറത്തേക്ക് പോയപ്പോൾ അവിടെ സാക്ഷ്യം ഇതാണ്, സാക്രിഫൈസ് ഈസ് ഓവർ ആൻഡ് ഫിനിഷ്ഡ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2:4 വിളിച്ചു പറയുന്നു, യെസ്, സാക്രിഫൈസ് ഈസ് പെർഫെക്റ്റ്, കംപ്ലീറ്റ് എന്ന് ക്രൂശിൽ പറഞ്ഞപ്പോ ആമേൻ, സാക്രിഫൈസ് കംപ്ലീറ്റ് എന്നാണ് ക്രൂശിൽ പറഞ്ഞത്. എന്നാൽ മാളിക മുറിയിൽ പറഞ്ഞൊരു ദൂതുണ്ട്, ഇറ്റ്സ് പെർഫെക്റ്റ്. അതായത് ഹല്ലേലൂയ, എന്താ സംഭവിച്ചെന്ന് അറിയാമോ? യേശുവിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകിയപ്പോ ആമേൻ ഹല്ലേലൂയ, പെന്തക്കോസ് നാളിൽ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിച്ചു. ഹല്ലേലൂയ. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവവും മനുഷ്യനും തമ്മിൽ ഇനി അകൽച്ചയില്ല, ദൈവവും മനുഷ്യനും തമ്മിൽ ഇനി ഭിന്നതയില്ല. കാരണം എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കി, എന്റെ ചട്ടങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതി. ഇനി ഞാൻ അവരെ മറക്കത്തില്ല, ഇനി ഞാൻ അവരെ തള്ളിക്കളയത്തില്ല, അവരുടെ പാപങ്ങളെ ഓർക്കത്തില്ല, ലംഘനങ്ങളെ ഓർക്കത്തില്ല എന്ന് പറഞ്ഞത് അവിടെ വെച്ച് നിവൃത്തിയായി. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു വാക്യം കൊണ്ട് വായിക്കാം. എബ്രായ ലേഖനത്തില് നമ്മൾ ആ വാക്യം കാണുന്നു. ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ അധ്യായത്തില് നമ്മള് 10-ാമത്തെ അധ്യായത്തില് 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം മുതൽ വായിക്കാം. എന്റെ ന്യായപ്രമാണം ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം 17-ാം വാക്യം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആത്മാവ് പറഞ്ഞത്, ഞാൻ എന്റെ പ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും, ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അത് പെന്തക്കോസ് നാളിൽ സംഭവിച്ചു. ഇനി നമ്മുടെ പാപം ഓർക്കത്തില്ല, ഇനി നമ്മളോട് അകന്നിരിക്കുന്നവനല്ല, ഇനി യാഗങ്ങളല്ല ആവശ്യം, യാഗത്തിന്റെ ഓർമ്മയാണ്, യാഗത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ആമേൻ ലോർഡ്സ് ടേബിളിന്റെ പെർഫെക്ഷൻ.
ഹല്ലേലൂയ, കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ യേശുവിന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ വെള്ളവും രക്തവും ഒരു സാക്ഷ്യം പറഞ്ഞു, സാക്രിഫൈസ് ഈസ് കംപ്ലീറ്റ്. പക്ഷേ ആമേൻ, മാളിക മുറിയിൽ സഭയുടെ മേലേക്ക് പുറപ്പെട്ട ആത്മാവിൽ ഒരു സാക്ഷ്യമുണ്ട്, സാക്രിഫൈസ് ഈസ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഈ ബോധ്യത്തോടെ, എന്താണെന്നറിയാം, ഇന്ന് സഭയുടെ അല്ലെങ്കിൽ യേശുവിന്റെ ശരീരത്തിന് ജീവൻ ഇരിക്കുന്നത് രക്തത്തിലും വെള്ളത്തിലുമല്ല. യേശുവിന്റെ ശരീരത്തിന് ജീവൻ ഇരിക്കുന്നത് ആത്മാവില. ആകയാൽ ശാപം നിങ്ങളെ തൊടത്തില്ല, ദാരിദ്ര്യം നിങ്ങളെ തൊടത്തില്ല, പ്രതികൂലം നിങ്ങളെ തൊടത്തില്ല, പ്രതിസന്ധികൾ നിങ്ങളെ തൊടത്തില്ല. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. ബോധ്യത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തെ നോക്കി പറ, ഇല്ല, എന്റെ ജീവൻ രക്തത്തിലല്ല, എന്റെ ജീവൻ വെള്ളത്തിലല്ല, എന്റെ ജീവൻ ആത്മാവില. അതുകൊണ്ട് ഈ രോഗം എന്റെ ശരീരത്തിൽ വാഴത്തില്ല. ഈ ഭയം, ഈ ശാപം, ഈ നിരാശ, ഈ അടിമത്വം എന്നെ വാഴത്തില്ല. ഐ ആം എ ന്യൂ ക്രിയേഷൻ. ഞാൻ വൈദ്യശാസ്ത്രത്തിൽ ഒരു അത്ഭുതമാണ്, ലോകത്തിന് മുമ്പിൽ ഞാൻ ഒരു അത്ഭുതമാണ്. കാരണം ഹല്ലേലൂയ, മൈ ലൈഫ് ഈസ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. എന്റെ ജീവൻ കർത്താവിന്റെ ആത്മാവിലാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് നന്ദി. കർത്താവെ, ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, അവരിൽ കർത്താവിന്റെ അസാധാരണമായ ജീവൻ വെളിപ്പെടട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ, അത്ഭുതം വെളിപ്പെടട്ടെ. കർത്താവെ, രോഗികളായിട്ട് എന്നെ കാണുന്നവർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കംപ്ലീറ്റ് സാക്രിഫൈസ് ആൻഡ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ പൂർണ്ണവും തികവുള്ളമായ യാഗത്തിലൂടെ സംഭവിച്ച അത്ഭുത സൗഖ്യം ആ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടട്ടെ. ഭയത്തോടെ രോഗത്തെയും മരണത്തെയും ഭയന്ന് കഴിയുന്നവർ, രോഗത്തെ, ശരീരത്തിൽ രോഗ സിംറ്റം കണ്ട് പേടിച്ചിട്ട് ഒരു ടെസ്റ്റ് പോലും ചെയ്യാൻ ഭയന്നിരിക്കുമ്പോൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ സിംറ്റം ആ ബോഡിയിൽ നിന്ന് മാറിപ്പോട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലുണ്ടാകും. പ്രായാധിക്യം കൊണ്ടുവന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ്, ട്രീറ്റ്മെന്റുകളുടെ സൈഡ് എഫക്റ്റുകൾ കൊണ്ടുവന്ന രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ശരീരം വിട്ടു മാറട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. Hallelujah. Sacrifice is complete and sacrifice is perfect. In other words, the perfect sacrifice the complete and the perfect sacrifice. യേശുവിന്റെ മാത്രം യാഗമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ നിങ്ങളുടെ രോഗം സൗഖ്യമായി വിടുതൽ പ്രാപിച്ചു, ജയാളികളാണെന്നുള്ള ബോധ്യത്തോടെ ചൂടുകൾ വെക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ, നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.